ഉറപ്പായിട്ട് നല്ല ദിവസം അത് വന്നത്. ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയമാണ്. പൊതുവേ തന്നെ ഞങ്ങളൊക്കെ ഇപ്രാവശ്യത്ത് തെരഞ്ഞെടുപ്പോട് അനുബന്ധിച്ചിട്ട് ഞങ്ങളൊക്കെ സാധാരണക്കാരായ പ്രവർത്തകന്മാരുടെ പൾസ് തൊട്ട് അറിഞ്ഞവരാണ് നമ്മളൊക്കെ. എനിക്കറിയാം, ഞാനിവിടെ ചേലക്കരയിൽ ഞാൻ 4 ദിവസം ചേലക്കരയിൽ ക്യാമ്പ് ചെയ്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ സാധാരണക്കാരനായ വോട്ടർമാരോട് ഞാൻ ഇടപഴകിയിട്ടുണ്ട്. എല്ലാ ഇടപെടൽ രാഷ്ട്രീയത്തിന് അതീതമായി CPM-ന്റെ പ്രവർത്തകരെ കാണുമ്പോഴും അവരെ മനസ്സിൻ്റെ അകത്തും അമർഷമാണ്, പ്രതിഷേധമാണ്. ഈ ഭരണത്തിൽ ആർക്കും തൃപ്തിയില്ല. ഇടതുപക്ഷക്കാർക്ക് പോലും തൃപ്തിയില്ല. അതിൻ്റെയൊക്കെ റിഫ്ലക്ഷൻ ചേലക്കരയിൽ ഇത്തവണ റിഫ്ലക്ട് ചെയ്യുന്നത് നോക്കിക്കോ. 28 വർഷം കയ്യിൽ വെച്ചതാണ് ചേലക്കര ഇടതുപക്ഷം CPM. അത് ഇക്കുറി അവരെ കയ്യിൽ നിന്ന് വിട്ടുപോകാൻ പോവുകയാണ്. അവർക്ക് തന്നെ ബോധ്യമുണ്ട്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു കാലത്ത് പറയുന്ന രാഷ്ട്രീയം മറ്റൊരു കാലത്ത് ശരിയാണ് എന്ന് ബോധ്യം വരുത്തുന്ന രീതിയിലാണ് ഈ പ്രഖ്യാപനങ്ങളും ഈ പ്രസ്താവനകളും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. ജയരാജൻ്റെയൊക്കെ പ്രവർത്തനം ഞങ്ങൾ അതിലൊന്നായിട്ടാണ് കാണുന്നത്. വിലയിരുത്തും, സ്വാഭാവികമല്ലേ. കേരളത്തിലെ ജനങ്ങളല്ലേ, രാവിലെ വോട്ട് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് പത്രം ഒന്ന് കണ്ടിട്ടല്ലേ പോവുള്ളൂ. നാട്ടിലെ ജനങ്ങളൊക്കെ അങ്ങനെയല്ലേ. അപ്പം ഈ വാർത്തകളൊക്കെ അവർക്ക് അറിയില്ലേ, അവർ കിട്ടൂലേ, അവർ ആലോചിക്കൂലേ, അവർ ചർച്ച ചെയ്യില്ലേ? സ്വാഭാവികമല്ലേ. ഏത് സ്ഥാനാർത്ഥി? സരിൻ. അത് പറഞ്ഞല്ലോ ഞാൻ. സരിൻ അവസരവാദ സ്ഥാനാർത്ഥിയാണ്. 2 ദിവസം മുമ്പ് CPM-ന്റെ മുഖ്യമന്ത്രിക്കെതിരായി അതിരൂക്ഷമായി വിമർശിച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ എഴുതിയ ഒരാളെ പിടിച്ചിട്ട് സ്ഥാനാർത്ഥിയാക്കി. ചിഹ്നം കൊടുത്തൂല്ല, സ്ഥാനാർത്ഥിയാക്കുകയും ചെയ്തു. എന്നിട്ട് ഒരു മണ്ണിനും പുണ്ണിനും കൊള്ളാത്ത ആണോ പെണ്ണോ എന്ന് തിരിയാത്ത രീതിയിൽ അദ്ദേഹത്തെ മാറ്റിയെടുത്തത് എന്തിനാണ് എന്ന് എനിക്കറിയില്ല. CPM-ന്റെ ആളുകൾക്ക് അവിടെ പ്രശ്നമുണ്ട്. ഞാൻ ചോദിക്കുന്നത്, പാലക്കാട് പാർട്ടി CPM-ന് വേണ്ടി രാവ് പകൽ അധ്വാനിച്ച എത്രയോ നേതാക്കന്മാരില്ലേ? എത്ര പേരുണ്ട്? അത്രയും ആളുകളെ മനസ്സിനകത്ത് വികാരം ഉണ്ടാവില്ലേ? സ്വാഭാവികമല്ലേ. ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ടും ഇന്നലെ വന്നവനെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് അവനെ മത്സരിപ്പിച്ചു എന്ന് പറഞ്ഞാൽ എത്ര പാർട്ടി പ്രവർത്തകന്മാർ അത് സ്വാഗതം ചെയ്യുമെന്ന് നിങ്ങൾ ഓർക്കണം. അതൊക്കെ ഇറ്റ് വിൽ റിഫ്ലക്ട് ഇൻ ദിസ് ഇലക്ഷൻ പോളിംഗ്. ഒരു സംശയം വേണ്ട കാര്യത്തിൽ 100% ഈ ഇലക്ഷൻ പോളിംഗിൻ്റെ ഇതൊക്കെ നടന്നിരിക്കും. ഒരു തർക്കമില്ലാത്ത കാര്യം. ചാട്ടം BJP-യിലേക്ക് പോകാനാണ് സാധ്യത. അദ്ദേഹം BJP-യിലെ നേതാക്കന്മാരെയാണ് നടക്കെല്ലാം പോയി കാണുന്നത്. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട് എന്ന്. സത്യമല്ലേ? അദ്ദേഹം ഞാൻ അടിച്ചേൽപ്പിക്കുന്നൊന്നുമില്ല. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇന്ന നേതാക്കന്മാരെയൊക്കെ കണ്ടിട്ടുണ്ട്. CPI-യുടെ നേതാവിനെ കണ്ടിട്ടുണ്ട്, ഇന്നയാളെ കോൺഗ്രസിൻ്റെ നേതാവ് ഇന്നയാളെ കണ്ടിട്ടുണ്ട് എന്നൊക്കെ അദ്ദേഹത്തിന് തുറന്നു പറഞ്ഞിട്ടുള്ളൊന്നും മറച്ചു വെച്ചിട്ടൊന്നുമില്ല. അതിൽ BJP-യുമായിട്ട് ഒരു സംസർഗം വരാനുള്ള സാധ്യതയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആര് നടത്തിയ രാഷ്ട്രീയ ഗൂഢാലോചന? പിന്നെ നിയമ നടപടി സ്വീകരിച്ചിട്ട് ആളുകളെ അങ്ങ് വലത്തിക്കളയും. എന്തായി പറയുന്നു? പറയുന്നതിന് വല്ല പൊരുളുണ്ടോ? ഒരു കേരളത്തിൽ ഭരിക്കുന്ന ഭരണകൂടത്തിൻ്റെ സമുന്നതരായ നേതാക്കന്മാരാണ് അവർ. ഇതുപോലുള്ള ശുദ്ധ സംബന്ധവും കളവും പറയാമെന്ന് പറയുന്നത് ഒരു നേതൃത്വത്തിന് ഒരിക്കലും യോജിച്ചതല്ല. ഏത് പാർട്ടി ആയിക്കോട്ടെ, പറയുന്നതിലും പ്രവർത്തിക്കുന്നതിലും ഇത്തിരി സത്യസന്ധത ഏത് നേതാവിനുണ്ടാണ്. ജനങ്ങളുമായി മിങ്കിൾ ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് ഈ നേതാക്കന്മാർ. അവർക്ക് അങ്ങനെ അവരെല്ലാം ഇങ്ങനെ ആയാൽ എന്ത് ചെയ്യും? ഒന്ന് പറയുക, എന്നിട്ട് പിറ്റേന്നുള്ളത് നിഷേധിക്കുക, പറഞ്ഞിട്ടില്ല എന്ന് പറയുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും, നിങ്ങളിപ്പോൾ മാധ്യമരംഗത്ത് നിൽക്കുന്നവരാണ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും DC ബുക്സ് അവർ ഇത്തരം കാര്യങ്ങൾ അവർ സ്വയം കെട്ടിച്ചമച്ച് ചേർക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? അങ്ങനെ വളരെ ഓണസ്റ്റായ ഒരു കമ്പനിയാണ് ആ സ്ഥാപനമാണ് ആ സ്ഥാപനം. ആ സ്ഥാപനത്തിൽ നിന്നും ഒരിക്കലും ഒരു തെറ്റായ പിഴച്ചുപോയ ഒരു തീരുമാനമൊന്നും ഒരിക്കലും വരില്ല. അവർക്കതൊരു വീണ് കിട്ടിയ സന്ദർഭമായിട്ടാണ് ഞങ്ങളും കാണുന്നത്, അവരും കാണുന്നത്. ഓക്കെ. പിന്നെ ബൈ ഇലക്ഷൻ്റെ അകത്ത് ഐക്യജനാധിപത്യ മുന്നണി 3 സീറ്റും ഞങ്ങൾ നിലനിർത്തൽ മാത്രമല്ല ഭൂരിപക്ഷം പരമാവധി കൊണ്ടുപോകും. ചേലക്കര ഞങ്ങൾ പിടിച്ചെടുക്കുകയാണ്. ചേലക്കര ഇടതുപക്ഷത്തിൻ്റെ കയ്യിലാണ് 28 വർഷമായിട്ട്. അത് ഞങ്ങൾ ഇക്കുറി തിരിച്ചു പിടിക്കും. പാലക്കാട് ഞങ്ങൾ ജയിക്കും.
വയനാട് പിന്നെ പറയേണ്ടതില്ല. ഭൂരിപക്ഷം എത്രയെന്നാണ് സംശയം. അതിലൊഴിച്ച് വേറെ എല്ലാ പ്രദേശത്തും നമുക്ക് നമ്മുടേതായ ഒരു ലീഡിംഗ് ജനസമ്മതി. KPCC അധ്യക്ഷൻ കെ സുധാകരൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. നമുക്ക് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളാണ് നമ്മൾ പരിശോധിക്കുന്ന ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം മറ്റു വാർത്തകളുമായി വളരെ വേഗം.